ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ പ്ലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഡോളിന് നല്ലൊരു സൂപ്പറായിട്ടൊരു ഡ്രസ്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ക്രോഷേ ടെക്നിക്കാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഈ ത്രെഡിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്ക് സ്റ്റിച്ചാണ് മെയിനായിട്ട് ബേസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് സ്റ്റിച്ച് നമ്മൾ കൈ വെച്ചിട്ടും ചെയ്യാം, നീഡിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഡോളിൻ്റെ എവിടെ നിന്നാണോ ഡ്രസ്സ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റൗണ്ടിലുള്ള ലെങ്ത്തിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് റെഡിയാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ അവിടെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആ ത്രെഡ് രണ്ട് ലൂപ്സ് ഉണ്ട് നമ്മുടെ നീഡിലിൻ്റെ അകത്ത്. അതിനകത്ത് കൂടി നമ്മൾ നമ്മുടെ ത്രെഡ് ഇട്ടിട്ട് അതിനെ ലോക്കാക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നീഡിലിൽ ഒരു ലൂപ്പാണുള്ളത്. നമ്മളത് 2 ലൂപ്പാക്കുവാൻ വേണ്ടി ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടി നീഡിൽ ഇറക്കി ത്രെഡ് പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് 2 ലൂപ്സ് ഉണ്ട്. ഈ 2 ലൂപ്സിനെ നമ്മൾ ഒന്നാക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ലൂപ്പിൻ്റെ അകത്ത് കൂടി നമ്മുടെ ത്രെഡിനെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മൾ ഇതിന് മൊത്തം യൂസ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് ബാർബിയുടെ ടോപ്പ് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒത്തിരി ടൈറ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ലൂസായിട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് സ്ലിപ്പായി ഒക്കെ താഴത്തേക്കൊക്കെ ത്രെഡ് താഴത്തേക്ക് ഇങ്ങനെ ലൂസായി പോവും. അത് കാര്യമാക്കണ്ട. നമ്മളത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ റൗണ്ടിൽ ചെയ്ത് വരുമ്പോൾ അതങ്ങനെ ടൈറ്റായിട്ട് നിന്നോളും. സിംഗിൾ ലൂപ്പ് വന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇതുവരെയും ആയിട്ടുണ്ട്. ലൂസായിട്ട് ചെയ്താലും
പ്രശ്നമില്ല. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്ക് വരെയും ഈ സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു സിംഗിൾ സ്റ്റിച്ച് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈസിയാണ്, ടെൻഷൻ അടിക്കാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. നമ്മൾ ഒരു ലൂപ്പ് 2 ലൂപ്പ് ആദ്യം തയ്യാറാക്കുന്നു. ദെൻ അതിനകത്ത് കൂടി നമ്മൾ ത്രെഡ് എടുത്ത് അത് സിംഗിൾ ആക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ദെൻ വീണ്ടും നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടി നീഡിൽ വയ്ക്കുന്നു. അതിനകത്ത് കൂടി ത്രെഡ് എടുത്ത് മറ്റേ ത്രെഡിനെ നമ്മൾ അതിൻ്റെ അകത്ത് കൂടി പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും 1 ലൂപ്പ്. ഈ പ്രോസസ്സ് നെക്ക് വരെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡോളിൻ്റെ ബോഡി പാർട്ട് ഓക്കെ ആയി. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്കിതിൻ്റെ ഫ്ലെയർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലെയർ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ത്രെഡ് തന്നെ 2ആയിട്ട് മടക്കി നമുക്ക് എത്രയാണോ ലെങ്ത്ത് ഇഷ്ടം അതനുസരിച്ച് നമ്മളത് കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ഇത്രയും ലെങ്ത്തിലെടുക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ഇത്രയും ലെങ്ത്തിലെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പീസസ് നമ്മൾ ആ ലെങ്ത്തിൽ സെയിം ലെങ്ത്തിൽ കട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, എന്നിട്ട്
നമ്മൾ ക്രോഷേ നീഡിൽ ഏകദേശം ഒരു മിഡിൽ പാർട്ടിൽ വെച്ചിട്ട് താഴത്തുനിന്ന് മുകളിലേക്ക് എടുക്കുക. ഒരു സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ താഴത്തുനിന്ന് മുകളിലേക്ക് എടുത്തിട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ത്രെഡ് മുകളിൽ നിന്നും താഴേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത്രയും എടുത്തതിന് ശേഷം ഇത് കെട്ടിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം ഇതുപോലെ എല്ലാം നമ്മൾ കെട്ടിടുക. ഞാനിവിടെ 2 കളർ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ചെയ്യാം. ഇപ്പം അവൈലബിൾ ആയിട്ട് ഈ 2 കളേഴ്സേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇത് ചെയ്യുന്നു അത്രത്തോളം ഇതിൻ്റെ ഫ്ലെയറും കൂടും, ഭംഗിയും കൂടും. ഏകദേശം ആ ഒരു പാർട്ട് വരെയും ഇതിന് ഫ്ലെയർ കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ അവിടെ തൊട്ടൊരു 4 ലെയർ ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ത്രെഡ് ഉള്ള അനുസരിച്ച് ഫ്ലെയർ കൊടുക്കാം. നമുക്ക് താഴെ വരെയും ഫ്ലെയർ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നീഡിലെടുക്കുക. നമ്മൾ തയ്ക്കുന്ന സൂചിയോ സേഫ്റ്റി പിന്നോ യൂസ് ചെയ്യാം. അത് വച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ലെയറുകളാക്കുകയാണ് ചെയ്യുന്നത്. ടോപ്പിൽ പതുക്കെ ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ലെയർ കൊടുക്കുക. എത്രത്തോളം ലെയർ ആക്കുന്നോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആകും. ടൈം എടുത്ത് പതുക്കെ ഇങ്ങനെ ലെയേഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ ലെയറിങ് ഏകദേശം 50% ആയിട്ടുണ്ട്. ലെയറിങ് ചെയ്യുന്ന ഡ്യൂട്ടി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അവർക്കൊരു ടൈം പാസ് ആവുമല്ലോ. ലാസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.